ഹലോ, ഇന്ന് ഞാൻ വന്നിക്കണത് ഒരു കൂന്തൽ റെസിപ്പി കേട്ടോ. കൂന്തൽ എന്ന് പറഞ്ഞാൽ ചിലത് കണവാന്ന് പറയും. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് ഇന്നിവിടെ വണ്ടിക്കാർ മീൻ കൊണ്ടുവന്നപ്പോൾ നിർബന്ധിപ്പിച്ച് വാങ്ങിപ്പിച്ചാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കി നോക്കിയാലോ. ഞാൻ ഉണ്ടാക്കുന്ന രീതിയായിട്ടത്. അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ട് വരുമ്പോൾ അതിലോട്ട് സവാള, ഒരു 2 സവാള കനം കുറച്ചരിയുക, അത് എണ്ണയിലിട്ട് വാട്ടിയെടുക്കുക കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ പാൻ മാറ്റി ഒരു ഉരുളി എടുത്തിട്ടോ, കാരണം പാനിൽ ആവൂല, മുഴുവനായിട്ടും കൊള്ളൂല എന്ന് മനസ്സിലായപ്പോൾ ചട്ടിയൊന്ന് മാറ്റി. എന്നിട്ട് അതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ടോ, 1 ടീസ്പൂണ് 1.5 സ്പൂൺ രണ്ടും കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് 1/2 കിലോ കൂന്തലായിരുന്നു. പിന്നെ അതിലോട്ട് ഗരം മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, ഫിഷ് മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ ഇട്ടോ. ഗരം മസാല നല്ല നൈസായിട്ട് പൊടിച്ചതല്ല കേട്ടോ, പൊടിയാണെങ്കിൽ അങ്ങനെ ഇട്ടാൽ മതി. ഒന്ന് ക്രഷ് ചെയ്തെടുത്ത പോലെയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് ഇതിൻ്റെ പച്ചമണെല്ലാം മാറുന്ന വരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ട്, എന്നിട്ട് എന്താ പറയുക, നമ്മൾ നല്ലൊരു സ്മെല്ല് വരും. എന്നിട്ട് അതിൽ നിന്ന് എണ്ണ ഇറങ്ങിയ പോലെ നമുക്ക് ഫീൽ ചെയ്യും, ആ സ്മെല്ലൊക്കെ മാറിയിട്ട്. എന്നിട്ട് ഇതൊക്കെ കണ്ടോ, നല്ല ഒരു കളർ വന്നില്ലേ. എന്നിട്ട് അതിലിട്ടതാ വലിയ തക്കാളി ആണെങ്കിൽ 1 എണ്ണം മതി, മീഡിയം തക്കാളിയൊക്കെ ആണെങ്കിൽ 1-2 എണ്ണം ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അടച്ച് വെക്കുക കേട്ടോ. നന്നായിട്ട് അടച്ച് വെച്ച് തക്കാളി നല്ലോണം വെന്തുടയണം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. എന്നിട്ട് അടച്ച് വെച്ച് നമ്മൾ ഒരു 2 സെക്കൻഡ് 3 സെക്കൻഡ് ആകുമ്പോൾ തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച കൂന്തൽ ചേർക്കുക. ഇത് കൂന്തലിൽ ഇതാരും കണ്ടിട്ട് തൊലിയൊന്നും കളഞ്ഞിട്ടില്ലെന്ന് വിചാരിക്കേണ്ട, അതിൻ്റെ തലയാണ്. എനിക്കിഷ്ടം കേട്ടോ അതിൻ്റെ തല ഇങ്ങനെ കഴിക്കാനായിട്ട്. അപ്പോൾ തലയൊക്കെ ക്ലീൻ ചെയ്ത് കഷ്ണങ്ങളാക്കിയിട്ട് നമ്മളത് ഈ മസാലയിലോട്ട് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് കൂന്തളും മസാലയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വെക്കുക കേട്ടോ. ഇതിന് അധികം വേവൊന്നുമില്ല, നമ്മൾ നന്നായിട്ട് ഒഴിച്ചത് റബ്ബർ മാതിരിയാവും. എന്നാൽ വേവുണ്ട് താനും, എന്നാൽ അധികം നമ്മുടെ മറ്റ് ഉള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്ന അത്ര തന്നെ അങ്ങോട്ട് വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരെ നമ്മൾ വെള്ളം എക്സ്ട്രാ പാരേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് അടച്ച് വെച്ച് തുറന്നപ്പോൾ കണ്ടോ, അതിൽ നിന്ന് തന്നെ അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ട് ഇറങ്ങി. എന്നിട്ട് വീണ്ടും നമ്മൾ ഇളക്കിയിട്ട് വീണ്ടും അടച്ച് വെക്കുക. അതിൻ്റെ ഇടയിൽ നമ്മൾ ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കിയാൽ മതി കേട്ടോ. എന്നിട്ട് ഒന്നുകൂടെ അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പം നല്ല അടിപൊളി കൂന്തൽ റോസ്റ്റ് ആവും കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇവിടെ മക്കൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു വിഭവത്തിലൊന്നാണ് കേട്ടോ ഈ കൂന്തൽ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.